ഇന്ന് നമ്മൾ iQZ9s Pro എന്ന ഫോണിൻ്റെ ഒരു റിവ്യൂ, അതും ഫോട്ടോഗ്രാഫി കേപ്പബിലിറ്റീസിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ആണോ? അതുമാണ്. പക്ഷേ ഒരു ടെക് വ്ളോഗ് എങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഒരു പ്രോഡക്റ്റ് ഫീച്ചർ ചെയ്യുമ്പം അത് എങ്ങനെ ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ആണ്. അതിന് ഞാൻ ഈ ഫോണാണ് ഉപയോഗിക്കുന്നത്, iQZ9s Pro. അപ്പം ഇതിൽ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫോൺ, iQZ9s Pro. ഇത് സ്നാപ്ഡ്രാഗൺ 7 Gen 3 ചിപ്സെറ്റോടാണ് വരുന്നത്. 5500 mAh ബാറ്ററിയും കൂടെ ഉള്ള. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി നോർമലി എൻ്റെ വീഡിയോസിലൊക്കെ ഒരു ഓഡിയോ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓഡിയോ ഡിസ്റ്റർബൻസ് മാറ്റാൻ വേണ്ടി നമ്മൾ ഓഡിയോ മോണിറ്റർ ചെയ്ത് അത് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ചേഞ്ച് ചെയ്ത് നമുക്ക് ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ കാലിബ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് എനിക്കിപ്പോൾ ഡയറക്റ്റ് കേൾക്കാൻ പറ്റും ഈ സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ ഇതിൻ്റെ ഡിസ്റ്റർബൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോയ്സ് ഇല്ലാത്ത പോലെ ആക്കിയിട്ടുണ്ട്. ഇപ്പം മൈക്ക് ഞാൻ മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഡയറക്റ്റ് കേൾക്കുന്നതുകൊണ്ട് എനിക്കറിയാൻ പറ്റും സൗണ്ട് ഇച്ചിരി കുറവാണ്. ഇപ്പം ഞാൻ മൈക്ക് അടുത്തോട്ട് വെക്കുമ്പോൾ ഇച്ചിരി കൂടെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ മാറ്റി വെച്ച് പറഞ്ഞത് അതിൻ്റെ ഒരു ചേഞ്ച് അറിയാൻ വേണ്ടി. അടുത്ത് വെച്ചപ്പം കുറച്ചും കൂടെ ബെറ്ററായി. പക്ഷെ നേരത്തെ ഒരു വീഡിയോ ചെയ്ത് കണ്ടതിന് ശേഷമേ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇങ്ങനെ മോണിറ്റർ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ യൂട്യൂബ് ചാനൽ ചെയ്യുമ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുത്തി മോണിറ്റർ ചെയ്ത് ഒരു ടെസ്റ്റ് വീഡിയോ പോലെ എടുത്ത് പിന്നെ ഇതങ്ങ് മാറ്റി വെക്കുക. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രീനിൽ കുഴപ്പമൊന്നുമില്ല, നല്ല സ്റ്റൈലിഷ് ഹെഡ്ഫോണൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ശരിക്കുള്ള വീഡിയോയിലോട്ട് ഇനി പോകാം. നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ വീഡിയോ കേപ്പബിലിറ്റീസ് കാണാൻ പറ്റും. ഇതിപ്പോൾ വൈഡ് ആംഗിൾ ഇട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. ആ പെപ്പറിൻ്റെ ഡാർക്ക് ആയിട്ടുള്ള ഷാഡോസും ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വീഴുന്നത് എല്ലാം എടുക്കുന്നുണ്ട്. HDR നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ ഓട്ടോ ഫോക്കസ് ഉണ്ടോ, ദൂരെ പോയിട്ട് അടുത്തോട്ട് വരുമ്പോഴും ഓട്ടോ ഫോക്കസ് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് സോണിയുടെ IMS882 എന്ന് പറഞ്ഞ ഒപ്റ്റിക്കലി ഇമേജ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സെൻസർ ഉള്ളതാണ്. അത് ഒരു 50 MP ക്യാമറയാണ്, മെയിൻ ക്യാമറ. കൂടാതെ വൈഡ് ആണെങ്കിൽ 8 MP ഉണ്ട്. പിന്നെ ഒരു മാക്രോയുടെ ഒരു ചെറിയതും ഒന്നും കൺസിഡർ ചെയ്യേണ്ട. പിന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 60 MP. ആകെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ക്യാമറ ഒരു 180p റെസൊല്യൂഷനിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. പിന്നെ 30 FPS എടുത്തുള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി ക്യാമറ മൊത്തത്തിൽ നോക്കിയാൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസിൻ്റെ കുറേ സാമ്പിൾസ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് നോക്കാം. ഈ ബൈക്കിൻ്റെ നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് 2x, പിന്നെ 1x, പിന്നെ വൈഡ് ആംഗിൾ ഷോട്ട്. ഒന്ന് ചെക്ക് ചെയ്യും. ഇത് ദൂരെ അടുത്തായിട്ട് 2 സീൻസ് കവർ ചെയ്തുള്ള ഒരു ഫോട്ടോ ആണ്. ഫോട്ടോ അല്ല, 3 ഫോട്ടോ. 1x, 2x, വൈഡ് ആംഗിൾ. കടയുടെ ഷട്ടറല്ല, ആ തടിയുടെ ഡോറൊക്കെ നമുക്ക് കാണാം, അതും കിട്ടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ മാർക്കറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഫ്രണ്ട് ക്യാമറ 1x-ഉം 2x-ഉം സെൽഫി എടുത്തിരിക്കുന്ന സാമ്പിളാണ്. നമുക്കിനി 1x-ഉം 2x-ഉം ഹൈലി ലൈറ്റ് എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നല്ല സൂര്യപ്രകാശത്തിൽ എടുത്തതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷാഡോസും ഹൈലൈറ്റ്സും ഒരുമിച്ച് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്. ആദ്യത്തെ നല്ല ലൈറ്റ് ഉള്ളത്. രണ്ടാമത്തെ ഇമേജ് ആണെങ്കിൽ ഷാഡോസ് ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. രണ്ടിൻ്റെയും എഫിഷ്യൻസി നോക്കാം. ഇനി എല്ലാത്തിലും ഞാൻ ഈ 1x, 2x, അൾട്രാ വൈഡ് റിപ്പീറ്റ് ചെയ്ത് പറയത്തില്ല. അങ്ങനെയാണ് ഞാൻ ഫോട്ടോസ് ഇട്ട് വെച്ചിരിക്കുന്നത്.
അപ്പം ഇത് കളർഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെയാണ്. കുറച്ച് ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലർക്ക് ഇഷ്ടപ്പെടാം. അല്ലെ വേറെ ഏതെങ്കിലും ഫിൽട്ടർ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, അത് വേണേൽ കൊടുത്തിട്ട് ഇത് സബ്ഡ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഫോട്ടോയിൽ ഇതിൻ്റെ മാക്രോ കേബിലിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടാതെ ആ ലൈറ്റ്സിൻ്റെ വേരിയേഷൻ മൊത്തം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഷാഡോസ്, ഹൈലൈറ്റ്സ് ആൻഡ് കളർ ചെക്ക് ചെയ്യുക, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഹ്യൂമൻ സബ്ജക്ട്സിൻ്റെ കളർ റീപ്രൊഡക്ഷൻ നല്ലതാണ്. ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സ്മൂത്തനിങ്ങും കാര്യങ്ങളൊക്കെ. 4K 30 FPS സ്റ്റേബിൾ മോഡാണ് ഈ കാണുന്നത്. വളരെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഒരു നോർമലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഷെയ്ക്കും കാര്യമൊക്കെ ഉള്ളൂ. ഷെയ്ക്കെന്ന് പറയാൻ പറ്റത്തില്ല, വളരെ സ്മൂത്താണ്. പിന്നെ ആകെ ഒരു പ്രശ്നം, അൾട്രാ സ്റ്റേബിൾ മോഡ് ഇട്ട് കഴിഞ്ഞാൽ 180p വർക്ക് ആകത്തുള്ളൂ. അൾട്രാ സ്റ്റേബിൾ മോഡ് ഇടേണ്ട കാര്യമേ ഇല്ല. പിന്നെ ഇത് നോക്കുവാണെങ്കിൽ ഒരു ഡിസ്റ്റൻസിലുള്ള സബ്ജക്ട്സും സീനും എടുക്കുമ്പോൾ ഡീറ്റെയിൽസ് ചെറിയ മിസ്സിങ്ങാണ്, വലുതായിട്ട് അറിയില്ല. പിന്നെ നോർമലി നമ്മൾ ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസിലുള്ള അധികം വീഡിയോസ് എടുക്കാറില്ല, അതുകൊണ്ട് വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല. 2-3 ലെയറിലായിട്ട് സബ്ജക്ട്സ് വെച്ചെടുത്താൽ എങ്ങനെ ഉണ്ടെന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇച്ചിരി ക്വാളിറ്റി ചെറുതായിട്ടുണ്ട്. ഈ 2-3 ലെയറിലായിട്ട് സബ്ജക്ട്സ് വെക്കുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി ഷാർപ്നെസ് എന്തോ കയറി വരുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാകുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇത് സെൽഫി വീഡിയോ അല്ല, ഫ്രണ്ട് ക്യാമറ അല്ല, റിയർ ക്യാമറയാണ്. അതിൽ 2x-ഉം 1x-ഉം ആയിട്ട് സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കുന്നത്. ഇത് വ്ളോഗേഴ്സിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഇത് അൾട്രാ സ്റ്റേബിളിൽ എഴുതിയത്, നോർമൽ സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷനെ ഇടാവുള്ളൂ. അൾട്രാ സ്റ്റേബിൾ വലിയ സുഖമായിട്ട് എനിക്ക് തോന്നി. ഒരു നിയർ സബ്ജക്റ്റിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് സബ്ജക്റ്റിലോട്ടുള്ള ട്രാൻസിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതിൻ്റെ ക്വാളിറ്റി. ഈ പള്ളി ഒരു സിനിമയിലുണ്ട്, ഏത് സിനിമയിലാണെന്ന് പറയാമോ? താരെ കമൻറ്റ് ചെയ്യണേ. 1x വീഡിയോയും 2x വീഡിയോയും വൈഡ് ആംഗിൾ വീഡിയോ ബൈക്കിൻ്റെ ഞാൻ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം ആദ്യമത്തെ ഷോട്ട് 1x-ഉം രണ്ടാമത്തെ 2x-ഉം, പിന്നെ ആ വൈഡ് ആംഗിളിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് എടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ ബ്യൂട്ടീഷ്യൻ ഫുൾ ഓഫ് ചെയ്തു. ഇതാണ് എൻ്റെ ഒറിജിനൽ ലുക്ക്. വലിയ കുഴപ്പമൊന്നുമില്ല, ലുക്കുള്ളതുകൊണ്ട് പിടിച്ചിരിക്കുന്നു. ഓക്കെ, ബ്യൂട്ടീഷ്യൻ ഇല്ലാതെയും ഓണാക്കി എടുക്കാം, മെച്ചമുണ്ട്. 4K ഒന്നും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ OIS ഒന്നും ഇല്ലെന്നാണ് കേട്ടത്. അല്ല, OIS ഇല്ല. അതൊക്കെയൊക്കെ പിടിച്ചെടുത്താൽ വലിയ കുഴപ്പമൊന്നുമില്ല. പോയി നടന്നൊന്നും ആരും എടുക്കാൻ പോകുന്നില്ലല്ലോ. ചിലരെടുക്കുന്നുണ്ടാവും, എന്നാലും വലിയ തെറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നടന്നു നോക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. കൈക്ക് വേറെയൊന്നും ഉണ്ടാകാതിരുന്നാൽ മതി. സെറ്റാ. ബ്യൂട്ടീഷ്യൻ ഫീച്ചർ ഇട്ട് ഫുള്ള് ഓണാക്കിയിട്ടുണ്ട്. കണ്ടോ, മുഖത്തൊരു പാഡ് പോലുമില്ല, ബ്യൂട്ടി പാർലറിൽ പോയതുപോലെ. പിന്നെ താടിയൊക്കെ ഇച്ചിരി സ്ലിമ്മായിട്ടുണ്ട്. ഒരു ജെല്ലോ എഫക്റ്റ് പോലെ വരുന്നുണ്ട്. ഇത് കണ്ടോ, താടി പെട്ടെന്ന് എനിക്കൊന്ന് കണ്ടു, ഒരു ജെല്ലോ എഫക്റ്റ് പോലെ വരുന്നത്. അത് ബ്യൂട്ടീഷ്യൻ ഫീച്ചറിൻ്റെയാണ്. വേറെ ആരെങ്കിലും ബ്യൂട്ടീഷ്യൻ ഇട്ടാൽ നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലായല്ലോ. സെൽഫിയുടേത് പെണ്ണുങ്ങൾക്കൊക്കെ വ്ളോഗിങ് എടുക്കാൻ പറ്റിയ സംഭവമാണ്. ഇതിൽ നിന്ന് വ്ളോഗേഴ്സിനുള്ള ടേക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത് ഈ ഫുൾ ഫോണിൻ്റെ റിവ്യൂ ആയിട്ട് ഇടാഞ്ഞതാണ്. ക്യാമറയുടെ മാത്രം ഫീച്ചേഴ്സ് ഇതിലിട്ടതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ A to Z എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഫുൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യമേ റിസർച്ച് ചെയ്യണം. ഇപ്പോൾ ഈ ഫോണിൻ്റെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രോസസ്സർ എന്താണ്,
അതിൻ്റെ ക്യാമറയുടെ സെൻസർ എന്താണ്, അതിൻ്റെ ഓരോ ലെൻസുകളുടെ ഫീച്ചേഴ്സ് എന്താണ്, ആ ലെൻസ് റിയൽ ലൈഫിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, റിയൽ ലൈഫിൽ പല ടൈമിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, പല ലൈറ്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ബേസിക് റിസർച്ച് അതിൻ്റെ കമ്പനിയിൽ നിന്നുള്ളത് എടുക്കുക, നെറ്റിൽ നിന്നുള്ളത് എടുക്കുക. കൂടാതെ നിങ്ങൾ തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കുക, വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുക. ഇത് ഫോണിൻ്റേതാണെങ്കിൽ, ലാപ്ടോപ്പാണ് അത് വേറെ രീതിയിൽ ഗെയിമോ അല്ലെങ്കിൽ വേറെ സോഫ്റ്റ്വെയറൊക്കെ റൺ ചെയ്ത് നോക്കുക. അതുപോലെ വേറെ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് ആണെങ്കിൽ അത് ആ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ സ്പീക്കറോ അങ്ങനെ വല്ലതാണെങ്കിൽ അത് പാട്ട് കേട്ട് നോക്കുക. പല ഡിവൈസായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്യുക, 2 ഇത് കമ്പൈൽ ചെയ്യുക, 3 ഇത് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ തന്നെ ചെയ്ത് നോക്കുക. അത് ഡോക്യുമെൻ്റ് ചെയ്ത സംഭവം നമ്മൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനായിട്ട് വേണേൽ കൊടുക്കാം, ഇമേജസ് ആയിട്ട് കൊടുക്കാം. ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ഇമേജസും ഈ വീഡിയോയിൽ ഒട്ടും ചെയ്തിട്ടില്ല. നോർമലി എൻ്റെ എല്ലാ വീഡിയോസിലും ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ കൊടുക്കുന്നതാണ്, അതൊന്നും കൊടുത്തിട്ടില്ല. പകരം വോയിസിൽ തന്നെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് വോയിസിലാണ് മൊത്തവും ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുന്നു. ഇനി വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ. പോകല്ലേ, മറന്നു. ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, ചെക്ക് ചെയ്തു. ക്യാമറ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. സൂമിൽ 0, ട്രാൻസ്മിറ്ററിൽ 6, റിസീവറിൽ 1, ക്യാമറയുടെ സിസ്റ്റത്തിൽ 10. ഇങ്ങനെയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റർബൻസ് നോയ്സ് ഒന്നുമില്ലെന്ന് തോന്നുന്നു. That's what I mean right now is when I talk about this, what I can tell is പൃഥ്വിരാജന്റെ സൗണ്ട് പോലായല്ലോ. എങ്ങനെ, ഹൗ, മൈക്കിന്റെ ഒരു മായാജാലം.